കൂടുതൽ നല്ല പാട്ടുകൾ കാണാനും കഥകൾ കേൾക്കാനും കണ്ണു നിറയ്ക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മകൻ അമ്മക്കയച്ച ഹൃദയസ്പർശിയായ കത്ത്. നിർമ്മാണം PNR ക്രിയേഷൻസ്. അവതരണം ഷാഹുൽ മലയിൽ. എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, ഞാൻ തൊടുപുഴയിൽ മർദ്ദനത്തിനിരയായ 7 വയസ്സുകാരൻ മകനാണ്. അമ്മയുടെ സുഹൃത്തിൻ്റെ ക്രൂരമർദ്ദനത്തിനിരയായ ഞാൻ എനിക്ക് മുന്നേ പോയ അച്ഛൻ്റെ മരണമില്ലാത്ത സ്വർഗീയ ലോകത്തേക്ക് പോവുകയാണ്. ഇന്ന് രാവിലെ 11:30 കോലഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നായിരുന്നു എൻ്റെ യാത്ര. കുറച്ച് ദിവസമായി തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു അമ്മയെ ഞാൻ. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് എൻ്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. പിന്നെ അമ്മേ, ഈ തലയോട്ടി പൊട്ടി തലച്ചോറ് പുറത്തു വരുമ്പോൾ വല്ലാത്തൊരു വേദനയാണമ്മേ. സഹിക്കാൻ പറ്റാത്ത വേദനയും മരവിപ്പുമാണമ്മേ. അമ്മേ, എൻ്റെ അനിയനെ അങ്ങനെ കൊല്ലരുതെന്ന് അമ്മയുടെ സ്നേഹിതരോട് പറയണം. അത്ര അസഹ്യമായ വേദനയാണമ്മേ. അതവന് സഹിക്കാൻ സാധിക്കില്ല. പിന്നെ ഉറക്കത്തിൽ ചവിട്ടിയും കൊല്ലരുത്. അവൻ ഉണരുന്നതുവരെ കാത്തിരിക്കണം. കാരണം ഉറക്കത്തിൽ ചവിട്ടുമ്പോൾ ഞാൻ പേടിച്ചു വിറച്ച പോലെ അവനും പേടിച്ചു പോവും. അമ്മ സ്നേഹിതരോടൊപ്പം പാതിരാത്രിയിൽ കറങ്ങുമ്പോൾ അവനെ തനിച്ചാക്കി പോവരുത്. അവനിപ്പോൾ രാത്രിയിൽ പേടിച്ച് കെട്ടിപ്പിടിച്ച് കരയാൻ ഞാനില്ല അവനരികിൽ. അവൻ ഒറ്റയ്ക്കാണ്. അമ്മയ്ക്ക് അമ്മയുടെ ചൂട് പറ്റുന്നവർ കുറെ കൂടെയുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പോൾ അച്ഛനും ആസിഫയും രോഹിത് അങ്കിളും അങ്ങനെ ഒത്തിരി പേരുണ്ട് കൂട്ട്. പക്ഷേ അവനോ ആരാണുള്ളത്? അമ്മയൊഴിച്ച് നമ്മുടെ നാട്ടിലെ എല്ലാവരും സങ്കടത്തിലും വലിയ വേദന നിറഞ്ഞ പ്രതിഷേധത്തിലുമാണെന്ന് ഇവിടെ മാലാഖമാർ പറയുന്നത് കേട്ടു. ചിലപ്പോഴൊക്കെ അവർ സ്വർഗത്തിലെ ജാലകവാതിലൂടെ ഇതെല്ലാം കാണിച്ചു തന്നു. പക്ഷേ സത്യം പറയട്ടെ, ഞാനിവിടെ സന്തോഷത്തിലാണമ്മേ. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും. ഇനി മുതൽ ഞാൻ എല്ലാ ദിവസവും ഐലാൻ കുർദിക്കൊപ്പം കളിച്ച് രസിച്ച് നടക്കും. അവൻ ഭയങ്കര കുസൃതിയും സുന്ദരനുമാണ്. ഓർമ്മയില്ലേ അമ്മേ അവനെ? കുറച്ചുനാൾ മുമ്പ് നമ്മൾ പത്രങ്ങളിൽ കണ്ടിരുന്ന അവൻ്റെ നിർവികാരനായ കമിഴ്ന്നുള്ള കടൽക്കരയിലെ ചുവപ്പുടുപ്പിട്ടുള്ള കിടപ്പ്. വൈകുന്നേരങ്ങളിൽ രോഹിത് വേമുലയുടെ സംസാരം കേൾക്കാൻ കാത്തിരിക്കും. ഇരുട്ടിന് തീവ്രത കൂടുന്നവരെ ഞങ്ങളത് കേട്ടിരിക്കും. അമ്ലമഴ പോലുള്ള അഗ്നി പോലുള്ള വാക്കുകൾ നമ്മുടെ ജന്മം തന്നെയും നമ്മുടെ ജാതിയും വർഗവും മതവുമെല്ലാം വലിയ പിഴവുകളാകുന്ന ഭൂമിയിലെ കെട്ട നീതിയെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ മാത്രമാണ് എനിക്കല്പം സങ്കടം തോന്നാറുള്ളത്. രോഹിത് വേമുല വലിയ പണ്ഡിതനും വാഗ്മിയും ഭാഷാ ജീനിയസുമാണ് അമ്മേ. പിന്നെ കുറേ പുസ്തകങ്ങൾ വായിക്കും. പിന്നീട് രാത്രിയിൽ കൽബുർഗിയുടെയും ദബോൽക്കറിൻ്റെയും കഥ പറച്ചിൽ കേൾക്കാൻ കാത്തിരിക്കും. മനോഹരമായ ഹൃദയസ്പർശിയായ വാക്കുകളിൽ അവർ രണ്ടുപേരും അനവധി കഥകൾ പറയും. ഞാൻ ഗൗരി ലങ്കേഷിൻ്റെ മടിയിൽ കിടന്ന് ഉറക്കം വരുവോളം കഥകൾ കേൾക്കും. പ്രഭാതത്തിൽ ജിഷയുടെയും സൗമ്യയുടെയും കൂടെ തമാശകൾ പറഞ്ഞ് കളിച്ചുല്ലസിക്കും. പിന്നെ എപ്പോഴോ വിശക്കുമ്പോൾ മധുവിൻ്റെ കൂടെ ഇരിക്കും. എന്താണെന്നറിയില്ല, മധുവിൻ്റെ കണ്ണുകളിൽ നോക്കുമ്പോൾ ഇപ്പോഴും സങ്കടമാണ്. വിശപ്പ് വേദനയോടെ തിളങ്ങുന്ന പോലെ തോന്നും. ഇന്നലെ ഐലാൻ കുർദിയും എന്നോട് പറഞ്ഞു, യുദ്ധത്തെക്കാളും ഭീകരമാണ് വിശപ്പെന്ന്. അതും പറഞ്ഞ് കുർദി എന്നെ പുണർന്ന് കരഞ്ഞു. എനിക്കും അപ്പോൾ അമ്മയുടെ അടുത്തുള്ള എൻ്റെ അനിയനെ ഓർത്ത് വല്ലാതെ ഭയവും കരച്ചിലും വന്നു. സത്യമായിട്ടും അമ്മേ, ഞാനിവിടെ വലിയ സന്തോഷത്തിലാണ്. ഇവിടെ എൻ്റെ ചങ്ക് അച്ഛനുണ്ടല്ലോ. അമ്മേ, നമ്മുടെ ഈ അച്ഛനെയും അമ്മ സ്നേഹിതനൊപ്പം കൂടി കൊന്നതാണോ? അച്ഛനൊന്നും പറയുന്നില്ല. പക്ഷേ അച്ഛന് നമ്മളിന്ന് പറഞ്ഞാൽ എന്ത് ഇഷ്ടമാണെന്നറിയാവോ? അച്ഛനാണ് ഇവിടെയുള്ള എല്ലാവരെയും എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. അച്ഛനെ കാണുമ്പോഴാണ് മനുഷ്യൻ എന്ന പദം എന്തൊരു മനോഹരമാണെന്ന് തോന്നുക. പക്ഷേ അമ്മയെ കാണുമ്പോൾ നേരെ തിരിച്ചു. പിന്നെ അമ്മേ, ഇവിടെ മതവും ജാതിയും കാമവും ചതിയും വഞ്ചനയും കൊലയും ഒന്നുമില്ല. അതിരുകളില്ല, യുദ്ധങ്ങളില്ല, ആയുധപ്പുരകളില്ല, അധികാരജ്വരം ബാധിച്ച ഏകാധിപതികളില്ല, വോട്ട് ബാങ്ക് ദാഹികളായ രാഷ്ട്രീയക്കാരില്ല. ഞങ്ങളും പൂക്കളും പൂമ്പാറ്റകളും മാത്രം. പിന്നെ അമ്മേ, നാട്ടുകാരോട് എല്ലാവരോടും പറയണം, തൊടുപുഴ സംഭവത്തിലെ ഏറ്റവും വലിയ ആ ട്രാജഡിയിലെ ദുഃഖ കഥാപാത്രം എൻ്റെ അനിയനാണ് എന്ന് മറക്കാതെ പറയണം. കാരണം അവൻ കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് വേണ്ടിയുള്ള ശിക്ഷയായിരുന്നല്ലോ അമ്മയും കൂട്ടുകാരനും എന്നിൽ നടപ്പിലാക്കിയത്. ഞങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനത്തേക്ക് അമ്മ അവരോധിച്ചയാൾ 7 വയസ്സുള്ള ചേട്ടനായി എന്നെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട് ഭയന്നു നിന്ന എൻ്റെ ആ 4 വയസ്സുകാരൻ അനിയനെക്കുറിച്ച് ആരും ഓർക്കാത്ത എന്തേ അമ്മേ?
അമ്മയെപ്പോലും വിശ്വസിക്കാനാവാത്ത മാനസിക നിലയിൽ ഭീതിയോടെ കഴിയുന്ന അവനെ സംരക്ഷിക്കാൻ നമ്മുടെ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാവുമോ അമ്മേ? ആ രാത്രിയിലെ ഭീകരരങ്ങൾ എത്ര കാലമായി ഇളമനസ്സിനെ വേട്ടയാടും? ആ കുഞ്ഞു മനസ്സിൻ്റെ മുറിവുകൾ ഉണങ്ങാൻ എന്ത് ചെയ്യുമെന്ന് ആരും പറയാത്തതെന്താ? പൊതുസമൂഹത്തിൻ്റെയും സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളുടെയും ശ്രദ്ധ വെന്റിലേറ്ററിൽ കിടന്നിരുന്ന പിന്നീട് മരിച്ചുപോയ എന്നിലും അമ്മയുടെ കൂട്ടുകാരൻ പീഡകനിലും ഭർത്താവ് മരിച്ചപ്പോൾ കൂടെ മറ്റൊരാളെ പൊറുപ്പിച്ച സ്ത്രീയായ അമ്മയിലുമാണ്. ഒരു രാത്രി കൊണ്ട് സംരക്ഷകരില്ലാതെ അനാഥത്വത്തിലേക്ക് വീണുപോയ ആ 4 വയസ്സുകാരനായ എൻ്റെ അനിയൻ്റെ തേങ്ങലുകൾ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ അമ്മേ? അമ്മേ, ഞാൻ വീണ്ടും എഴുതാം. ഇപ്പോൾ അച്ഛനോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അച്ഛൻ വിശേഷങ്ങൾ ചോദിച്ച് പിന്നാലെ നടക്കുക. അമ്മയ്ക്ക് മുകളിലെ വിശാല വിഹായസുകൾ നിറയെ സ്നേഹത്തോടെ, അമ്മയും കൂട്ടുകാരനും കൊന്ന അമ്മയുടെ സ്വന്തം മകൻ.